ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ 10ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? സവിശേഷക സമീപനം, അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനഃശാസ്ത്ര സമീപനങ്ങളാണ്. അപ്രോച്ചസ് ടു സൈക്കോളജി. സവിശേഷക സമീപനം അഥവാ ട്രയറ്റ് അപ്രോച്ചിൽ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം, പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തം. അതിൽ നമ്മൾ ഇന്നലെ പഠിച്ചത് വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം, അതായത് തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പൊസിഷൻ. വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം ആരുടേതായിരുന്നു? GW ആൽപോർട്ട് അല്ലേ? ആൽപോർട്ടിൻ്റെതായിരുന്നു വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ആൽപോർട്ട് മുന്നോട്ട് വെച്ച ആശയമാണ് ധർമ്മ സ്വാശ്രയത്വം. ധർമ്മ സ്വാശ്രയത്വം അഥവാ ഫങ്ഷണൽ ഓട്ടോണമി. ആൽപോർട്ടിൻ്റെ മറ്റൊരു ആശയമാണ് ധർമ്മ സ്വാശ്രയത്വം, അതായത് ഫങ്ഷണൽ ഓട്ടോണമി, പ്രൗഢ വ്യക്തിത്വം എന്നുകൂടി പറയും. ധർമ്മ സ്വാശ്രയത്വം, പ്രൗഢ വ്യക്തിത്വം, അതായത് ഫങ്ഷണൽ ഓട്ടോണമി. നെക്സ്റ്റ്, വ്യക്തിത്വ ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിത്വ ഇൻവെൻ്ററി. വ്യക്തിത്വ ഇൻവെൻ്ററി ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ വ്യക്തിത്വ സവിശേഷത വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വ്യക്തിത്വ ഇൻവെൻ്ററി. എന്താണ് വ്യക്തിത്വ ഇൻവെൻ്ററി? വ്യക്തിത്വ സവിശേഷത വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വ്യക്തിത്വ ഇൻവെൻ്ററി. അടുത്തത് ടാറ്റ്. ടാറ്റ്, TAT എന്താണെന്ന് നോക്കാം. എന്താണ് ടാറ്റ്? അതൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. എന്തിനുപയോഗിക്കുന്ന പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്? വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്ന പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് ടാറ്റ്. വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്ന പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് ടാറ്റ്, അതായത് TAT, ടാറ്റ്. അപ്പം നമ്മളിവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു. ധർമ്മസ്വാശ്രയത്വം അഥവാ പ്രൗഢ വ്യക്തിത്വം, ഫങ്ഷണൽ ഓട്ടോണമി, അത് GW ആൽപോർട്ടിൻ്റെ മറ്റൊരു ആശയമാണ്. വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ആൽപോർട്ട് മുന്നോട്ട് വെച്ച ആശയമാണ്. അടുത്തത് വ്യക്തിത്വ സവിശേഷത വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വ്യക്തിത്വ ഇൻവെൻ്ററി. വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്ന പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് ടാറ്റ്. ഇനി നമുക്ക് ആൽപോർട്ടിൻ്റെ പ്രൗഢ വ്യക്തിത്വത്തിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ആൽപോർട്ട് പ്രൗഢ വ്യക്തിത്വത്തിൻ്റെ 6 ലക്ഷണങ്ങൾ അവതരിപ്പിച്ചു. ആൽപോർട്ട് പ്രൗഢ വ്യക്തിത്വത്തിൻ്റെ 6 ലക്ഷണങ്ങൾ അവതരിപ്പിച്ചു. അതേതൊക്കെയാണ്? ആത്മവിപുലനം അഥവാ വിപുലീകൃത അഹം. ആത്മവിപുലനം എന്നും പറയും, വിപുലീകൃത അഹം എന്നുകൂടി പറയുന്നു. അപ്പോൾ ഒന്നാമത്തത് ആത്മവിപുലനം. 2 ഊഷ്മള ബന്ധങ്ങൾ. 3 ആത്മസന്തുലനം. 4 യാഥാർത്ഥ്യബോധം. 5 ഏകാത്മക ജീവിത ദർശനം. 6 ആത്മധാരണ. വിപുലീകൃത അഹം അല്ലെങ്കിൽ ആത്മവിപുലനം, 2 ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ഏകാത്മക ജീവിത ദർശനം, ആത്മധാരണ എന്നിവയാണ് ആൽപോർട്ട് പ്രൗഢ വ്യക്തിത്വത്തിൻ്റെ 6 ലക്ഷണങ്ങൾ അവതരിപ്പിച്ചത്. അടുത്തത്, ഒരു വ്യക്തിയുടെ വികസനത്തെ തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ പാരമ്പര്യമാണ് എന്നാണ് ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ വികസനത്തെ തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ പാരമ്പര്യമാണ്, അതായത് ഹെറിഡിറ്റി ആണ്
എന്നാണ് ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒരു വ്യക്തിയുടെ വികസനത്തെ തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ പാരമ്പര്യമാണ്, ഹെറിഡിറ്റി ആണ് എന്നാണ് ആൽപോർട്ട് പറഞ്ഞത്. ആൽപോർട്ടിൻ്റെ അവസാനമായിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു ഭാഗമാണ് പ്രോപ്പിയം. എന്താണ് പ്രോപ്പിയം? ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന സത്തയെ ആൽപോർട്ട് വിളിച്ച പേരാണ് പ്രോപ്പിയം. ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന സത്തയെ ആൽപോർട്ട് വിളിച്ച പേരാണ് പ്രോപ്പിയം. അതായത് കാൾ റോജേഴ്സില്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാൾ റോജേഴ്സിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് പറഞ്ഞിരുന്നത്? മാനവികതാവാദത്തിൻ്റെ പിതാവാണ് കാൾ റോജേഴ്സ്. കാൾ റോജേഴ്സിൻ്റെ ആശയമാണ് അഹം, അഹം മാതൃക. അതിൽ കാൾ റോജേഴ്സിൻ്റെ അഹം എന്ന ആശയത്തിന് സമാനമാണ് എന്ത്? ആൽപോർട്ടിൻ്റെ പ്രോപ്പിയം. ആൽപോർട്ടിൻ്റെ പ്രോപ്പിയം എന്ന ആശയം കാൾ റോജേഴ്സിൻ്റെ അഹം എന്ന ആശയത്തിന് സമാനമാണ്. പ്രോപ്പിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന സത്തയെ ആൽപോർട്ട് വിളിച്ച പേരാണ് പ്രോപ്പിയം. ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന സത്തയെ ആൽപോർട്ട് വിളിച്ച പേരാണ് പ്രോപ്പിയം. അപ്പം നമ്മൾ ആൽപോർട്ടിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതായത് സവിശേഷക സമീപനത്തിലെ വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സവിശേഷക സമീപനത്തിലെ രണ്ടാമത്തേതായിരുന്നു പറഞ്ഞിരുന്നത്? പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം. പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം അഥവാ സർഫസ് സോഴ്സ് ട്രയഡ് തിയറി. സർഫസ് സോഴ്സ് ട്രയഡ് തിയറി എന്താണ്? വിവിധ സന്ദർഭങ്ങളിലുള്ള വ്യക്തിയുടെ വ്യവഹാരങ്ങളിൽ നിന്ന് അനുമാനിച്ചെടുക്കാവുന്ന വ്യക്തിത്വ രൂപഘടനയാണ് പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം. വിവിധ സന്ദർഭങ്ങളിലുള്ള വ്യക്തിയുടെ വ്യവഹാരങ്ങളിൽ നിന്ന് അനുമാനിച്ചെടുക്കാവുന്ന വ്യക്തിത്വ രൂപഘടനയാണ് എന്ത്? പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം. വൈയക്തിക ചിന്താവൃത്തി സിദ്ധാന്തം ആരായിരുന്നു? ആൽപോർട്ട് അല്ലേ? എന്നാൽ RB കാറ്റിലാണ് പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തത്തിൻ്റേത്. ഇവിടെ RB കാറ്റിൽ സവിശേഷതകളെ 4ആയിട്ട് തരംതിരിച്ചു. RB കാറ്റിൽ സവിശേഷതകളെ 4ആയിട്ട് തരംതിരിച്ചു. ആൽപോർട്ടിൻ്റെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? എത്രയായിട്ടാ? 3ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയായിരുന്നു? കേന്ദ്ര മുഖ്യ പ്രമുഖ സവിശേഷത, കേന്ദ്രീയ മധ്യമ സവിശേഷത, രണ്ടാം നിര ദ്വിതീയ സവിശേഷത. എന്നാൽ RB കാറ്റിൽ സവിശേഷതകളെ 4ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ് നോക്കാം. 1 സാമാന്യ സവിശേഷത, 2 തനിമ സവിശേഷത, 3 പ്രതല സവിശേഷതകൾ, 4 പ്രഭവ സവിശേഷതകൾ. സാമാന്യ സവിശേഷതകൾ, തനിമ സവിശേഷതകൾ, പ്രതല സവിശേഷതകൾ, പ്രഭവ സവിശേഷതകൾ. ഈ പേരുകൾ ഓർത്ത് വെക്കണം, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സാമാന്യ സവിശേഷതകൾ എന്താ? കോമൺ. തനിമ യുണീക്ക്. പ്രതല സർഫസ്, പ്രഭവ സോഴ്സ്. സാമാന്യ, തനിമ, പ്രതല, പ്രഭവ. കോമൺ, യുണീക്ക്, സർഫസ്, സോഴ്സ്. RB കാറ്റിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് പ്രതല പ്രഭവ സവിശേഷത സിദ്ധാന്തം ഇത്രയും പഠിക്കാനുള്ളൂ. നമ്മൾ സർഫസ് സോഴ്സ് ട്രയഡ് തിയറി പഠിച്ചു കഴിഞ്ഞു. ഈ 4 പേരുകൾ ഓർത്ത് വെച്ചാൽ മതി. സാമാന്യ, തനിമ, പ്രതല, പ്രഭവ. ഈ പേരുകൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ 2 പേരെ പറഞ്ഞു, ആൽപോർട്ടും അതുപോലെ തന്നെ RB കാറ്റ്. എന്നാൽ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾ കൂടിയുണ്ട്, ഐസങ്ക്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഐസങ്കിൻ്റെ എന്താണ്? അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം. എന്ത് സിദ്ധാന്തമാണ്? അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം ആരുടേതാണ്? ഐസങ്ക്. വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരാൾ കൂടിയുണ്ട്, ഐസങ്ക്. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം. അദ്ദേഹത്തിൻ്റെ ബുക്കാണ്
ക്രൈം ആൻഡ് പേഴ്സണാലിറ്റി. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ക്രൈം ആൻഡ് പേഴ്സണാലിറ്റി. ക്രൈം ആൻഡ് പേഴ്സണാലിറ്റി ആരുടെ ബുക്കാണ്? ഐസങ്ക്. ഐസങ്കിൻ്റെ സിദ്ധാന്തമാണ് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി മനഃശാസ്ത്ര സമീപനങ്ങൾ അഥവാ അപ്രോച്ചസ് ടു സൈക്കോളജി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്കും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് മാത്സിൻ്റെ സയൻസിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ വേണമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടും റെസ്പോൺസിനനുസരിച്ച് ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ.